സ്റ്റീഫൻ സോമേഴ്സ് സംവിധാനം ചെയ്ത 1999 ബ്രണ്ടൻ ഫ്രേസർ നായകനായിട്ടുള്ള ദി മമ്മി ആ പടത്തെ പ്രൈമറി ആയിട്ട് ഒരു അഡ്വഞ്ചർ ഫിലിം എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. 2017 ടോം ക്രൂസ് ഈ ഒരു ഫ്രാഞ്ചൈസ് റീബൂട്ട് ചെയ്യാൻ നോക്കിയ സമയത്തും സമാനമായിട്ടുള്ള ആക്ഷൻ അഡ്വഞ്ചർ ഫോർമാറ്റിലാണ് പടം വന്നത്. ഏറ്റവും പുതിയ മമ്മി സിനിമയായിട്ടുള്ള ലീ ക്രോണിൻസ് ദ മമ്മി മൊത്തത്തിൽ ഒരു ഡിഫറെന്റ് അപ്രോച്ച് എടുത്തുകൊണ്ട് ഇതിനെ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിം ആയിട്ട് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. കോൺജറിംഗ് സിനിമകളുടെ നിർമ്മാതാവായിട്ടുള്ള ജെയിംസ് വാനും ഹൊറർ സിനിമകളുടെ നിർമ്മാതാക്കളായിട്ടുള്ള ബ്ലം ഹൗസ് പ്രൊഡക്ഷൻസും ബാക്ക് ചെയ്യുന്ന ഈ പടത്തിലൂടെ സംവിധായകനായിട്ടുള്ള ലീ ക്രോണിൻ മമ്മി സിനിമകളിൽ കാണുന്ന സ്ഥിരം ഫോർമാറ്റിന് പകരം വയലൻസും അതുമായിട്ട് ചേർന്ന് പോകുന്ന സെറ്റ് പീസുകളുമുള്ള ഒരു ഹൊറർ വിഷ്വൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരുപാട് പുതുമകളിലേക്കൊന്നും കടക്കുന്നില്ലെങ്കിലും അവസാന ഭാഗത്തേക്ക് സംഭവിക്കുന്ന വലിയ സെറ്റ് പീസുകളിലേക്ക് സിനിമ എത്തുമ്പോഴേക്കും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വയലന്റ് റൈഡ് ആകാൻ പടത്തിന് സാധിക്കുന്നുണ്ട്. ജേർണലിസ്റ്റ് ആയിട്ടുള്ള ചാർലി കാനനും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും കുറച്ചു കാലം കെയ്റോയിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം വീട്ടിലെ തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ചാർലിയുടെ മകളായിട്ടുള്ള കേറ്റിയെ ആ നാട്ടിലുള്ള ഒരു സ്ത്രീ തട്ടിക്കൊണ്ടുപോകുന്നു. അവിടുത്തെ പോലീസിന് ആ കുട്ടിയെ കണ്ടെത്താനായില്ല. വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ ന്യൂ മെക്സിക്കോയിൽ ചാർലി കുടുംബത്തോടൊപ്പം താമസിക്കുമ്പോൾ കാണാതായ മകളെ കണ്ടെത്തി എന്ന് പറഞ്ഞ് ഒരു കോൾ വരികയാണ്. വളരെ മോശം ആരോഗ്യാവസ്ഥയിലാണ് കേറ്റിയെ അവർക്ക് കിട്ടിയത്. ഒരു സാധാരണ ജീവിതത്തിലേക്ക് കേറ്റിയെ തിരിച്ചു കൊണ്ടുവരാൻ കുടുംബം ശ്രമിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന അസ്വാഭാവികമായ കാര്യങ്ങളുമാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. വലിയ സ്കെയിലിലുള്ള ഒരു സിനിമ കാണിക്കുക എന്ന ഉദ്ദേശം ഈ സിനിമയുടെ ട്രീറ്റ്മെന്റിന് ഇല്ല. ജെയിംസ് വാന്റെയും ബ്ലം ഹൗസിന്റെയും സിനിമകൾ പോലെ ഒരു ചെറിയ ലൊക്കേഷനിൽ സെറ്റ് ചെയ്തിട്ട് എഡിറ്റിങ്ങിലൂടെയും സൗണ്ട് ഡിസൈനിലൂടെയും സീൻ കൊറിയോഗ്രാഫിയിലൂടെയും ഒക്കെ ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു ക്രാഫ്റ്റ് ഓറിയന്റഡ് അപ്രോച്ച് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. ജംസ്കെയറുകൾ നമുക്ക് സാമാന്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്നാലും പേടി തോന്നുന്ന തരം യൂഷ്വൽ ഹൊറർ സിനിമ ഫോർമാറ്റിലാണ് തുടക്കത്തിലെ ഭാഗങ്ങൾ പോകുന്നത്. പക്ഷേ മമ്മി, മമ്മിഫിക്കേഷൻ മുതലായ സംഭവങ്ങളെ വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. സിനിമയിലെ കഥാപാത്രങ്ങളെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ലീ ക്രോണിൻ ഇവിടെ അൺപ്രഡിക്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. പൊതുവെ സ്വല്പം സോഫ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന കഥാപാത്രങ്ങൾക്ക് ഏതാണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അവസാനം നടക്കുന്ന ഷോ ഡൗണിലുള്ള വയലൻസ് നമ്മളെ അത്യാവശ്യം ഞെട്ടിക്കുന്ന ലെവലിൽ തന്നെയാണ് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുന്നേ ഈവിൾ ഡെഡ് റൈസ് എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ലീ ക്രോണിന് താൻ ഉണ്ടാക്കുന്ന സിനിമ കഴിഞ്ഞ വർഷത്തെ വെപ്പൺസ് പോലെ കോൺസെപ്റ്റ് കൊണ്ട് ആളുകളെ ഇംപ്രസ് ചെയ്യിക്കാൻ പോകുന്ന സിനിമയല്ല എന്ന വ്യക്തമായ ധാരണയുണ്ട്. കൺവെൻഷണൽ ആയിട്ടുള്ള ജംസ്കെയറുകളും ബ്രൂട്ടലായ സീനുകൾ അപ്രതീക്ഷിതമായി പ്ലേസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിച്ച് നിർത്തുക എന്നത് തന്നെയാണ് ഇവർ ഇവിടെ ചെയ്യുന്നത്. ഈ പടത്തിന്റെ ക്ലോഷർ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഇത്തരത്തിലുള്ള ഇവന്റുകൾ നടന്ന ഒരു കുടുംബത്തിന് ഉണ്ടാകുന്ന മെന്റൽ ഷോക്കിലേക്കൊന്നും പടം കടക്കാൻ നിൽക്കുന്നില്ല. വിഷ്വൽ എലമെന്റുകളിലൂടെ ടെൻഷനും ഹൊററും ബിൽഡ് ചെയ്യുക എന്നൊരു ഉദ്ദേശമായതുകൊണ്ട് തന്നെ വളരെ റയർ ആയിട്ട് സിനിമകളിൽ ഉപയോഗിച്ചു വരുന്ന ചില വിഷ്വൽ ടൂളുകൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അതിലൊന്ന് സ്പ്ലിറ്റ് ഡയോപ്റ്റർ ആണ്. വിഷുവിന് റിലീസായ പള്ളിച്ചട്ടമ്പിയിൽ വിജയരാഘവനും ടോവിനോ തോമസും തമ്മിലുള്ള വിയോജിപ്പ് കാണിക്കുന്ന പള്ളിക്കുള്ളിലെ സീനിലെ ഒരൊറ്റ ഷോട്ടിൽ സ്പ്ലിറ്റ് ഡയോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഫ്രെയിമിൽ ക്യാമറയുടെ അടുത്തും ദൂരത്തുമുള്ള ക്യാരക്ടറുകളെ ഏതാണ്ട് ഒരേ ഫോക്കസിൽ കാണിക്കാനാണ് സ്പ്ലിറ്റ് ഡയോപ്റ്റർ ഷോട്ടുകൾ ഉപയോഗിക്കുക. പൊതുവെ വെർട്ടിക്കൽ ആയിട്ടാണ് സ്പ്ലിറ്റ് ഡയോപ്റ്റർ ഷോട്ടുകൾ പ്ലേസ് ചെയ്യാറ്. അതായത് 2 കഥാപാത്രങ്ങളുടെ നടുവിൽ കുത്തനെയായിട്ടായിരിക്കും ഒരു മങ്ങിയ ഭാഗം ഉണ്ടാവുക. എന്നാൽ ഈ സിനിമയിൽ ഈ ഒരു വിഷ്വൽ ടൂൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം വെർട്ടിക്കൽ പരിപാടി അല്ലാതെ ഹൊറിസോണ്ടൽ ആയിട്ടും സീനുകളിൽ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചാർലി കാനൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ജാക്ക് റെയ്നർ ആണ്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ വീട്ടിൽ നടക്കുമ്പോഴും സ്വല്പം കാമായിട്ടാണ് ആ ക്യാരക്ടർ എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യുന്നത്. ആ ഒരു കാംനെസ് വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട്. സ്പാനിഷ് ആക്ടറായിട്ടുള്ള ലയ്യ കോസ്റ്റയാണ് കേറ്റിയുടെ അമ്മയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈജിപ്ഷ്യൻ ആക്ടറായിട്ടുള്ള മേ കാലമാവിയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ട് വരുന്നത്. അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ ഹൊറർ ഐഡിയ മമ്മി എന്ന കോൺസെപ്റ്റുമായിട്ട് ലിങ്ക് ആകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുന്ന കേറ്റിയുടെ റോൾ ചെയ്തിരിക്കുന്നത് നാറ്റ്ലി ഗ്രേസ് ആണ്. ആളുകളെ പേടിപ്പിക്കുന്ന ഫിസിക്കലി ഡിമാൻഡിംഗ് ആയിട്ടുള്ള ആക്ടിങ് പ്രോസ്തറ്റിക് മേക്കപ്പിന്റെ സഹായത്തോടെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. മൗഡ് എന്ന കേറ്റിയുടെ അനിയത്തിയുടെ ക്യാരക്ടറിനെ ബില്ലി റോയ് എന്ന 13 വയസ്സുകാരി വളരെ ഇംപ്രസീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലീ ക്രോണിൻസ് ദ മമ്മി ഒരു ഹൊറർ സിനിമ എന്ന രീതിയിൽ നോക്കുമ്പോൾ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്നാൽ കാലാകാലങ്ങളായിട്ട് ഒരു അഡ്വഞ്ചർ സിനിമ എന്ന രീതിയിൽ വരുന്ന മമ്മി ഫ്രാഞ്ചൈസിന് വേറൊരു രീതിയിൽ നോക്കിക്കാണാൻ ഇതിലുള്ള ഹൊറർ ട്രീറ്റ്മെന്റ് കൊണ്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. എ സർട്ടിഫിക്കറ്റ് വയലൻസുമായിട്ട് വന്നിട്ടുള്ള ഈ സിനിമ പ്രേക്ഷകനെ അവർ ഉദ്ദേശിച്ച രീതിയിൽ അൺസെറ്റിൽ ചെയ്യിക്കുന്നുണ്ട്. പരിചിതമായിട്ടുള്ള ബീറ്റുകളും ട്രേറ്റുകളും ഉണ്ടെങ്കിലും ആകെ മൊത്തത്തിൽ എൻഗേജ് ചെയ്യുന്ന കണ്ടിരിക്കാവുന്ന ഒരു ഹൊറർ ഫിലിമാണ് ഈ പുതിയ മമ്മി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്